നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ച കേസ് പ്രതി പിടിയിൽ. പോട്ട ബാങ്ക് കവർച്ച കേസ് പ്രതി റിൻഡോയെ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് കേരളത്തിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് ലഭിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇനി ഞാൻ ഒഴുകട്ടെ നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഭാഗമായി കാപ്പാറ കുംഭകേരി തോട് ശുചീകരിച്ചു. മാള അഷ്ടമിച്ചിറയിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ച കേസ് പ്രതി പിടിയിൽ. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നട്ടുച്ചയ്ക്ക് കത്തിക്കാട്ടി 15 ലക്ഷം രൂപ കവർന്നയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. ചാലക്കുടി പേരാമ്പ്രയ്ക്കടുത്ത് ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. വീട് വാങ്ങിയതിലും ആഡംബര ജീവിതം നയിച്ചതിലുമുണ്ടായ കടം തീർക്കാനാണ് കവർച്ച നടത്തിയത് എന്നാണ് മൊഴി. മോഷണ തുകയിൽ 2.5 ലക്ഷം കടം തീർക്കാനായി ഉപയോഗിച്ചു. ബാക്കി തുക ചെലവാക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പോലീസിന്റെ കണ്ണിൽ പൊടിയിടാൻ വൻ ആസൂത്രണമാണ് ഇയാൾ നടത്തിയത്. മോഷണത്തിന് വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് വീടെത്തുന്നതുവരെ 3 തവണ വസ്ത്രങ്ങൾ മാറ്റി. സ്കൂട്ടറിന്റെ 2 വശത്തുമുള്ള കണ്ണാടികൾ ആദ്യം അഴിച്ചുമാറ്റുകയും മോഷണത്തിനു ശേഷം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വസ്ത്രം മാറ്റുമ്പോഴും ഹെൽമറ്റ് മാറ്റിയില്ല. വിരലടയാളം പതിയാതിരിക്കാൻ ഗ്ലൗസ് ഉപയോഗിച്ചു. ഇയാൾ ധരിച്ച ഷൂസിന്റെ അടിയിലെ നിറം വെച്ചാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. സ്കൂട്ടറിന്റെ GPS സംവിധാനവും പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചു. പിടിയിലാകില്ലെന്ന അമിത ആത്മവിശ്വാസത്തിൽ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയ പ്രതിയെ വൻ പോലീസ് സംഘം വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് വേറെ രസം ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിൽ. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് അയാൾ പറയും. 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്ക്. ഇത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക്. പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോകും. ഇട റോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട്. അയാൾക്കറിയാം പോലീസ് ചെക്ക് ചെയ്യും. വഴിയിൽ പോലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടെല്ലാം അയാൾ ഒഴിവാക്കും. പോയിട്ട് പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും CCTV ക്യാമറ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് പോയിട്ട് അയാൾ ഈ ഡ്രസ്സ് മാറി അയാൾ പുതിയ ഡ്രസ്സായി, 3ാമത്തെ ഡ്രസ്സായി. കത്തി കാണിച്ച ഉടനെ ബാങ്ക് മാനേജർ മാറി തന്നുവെന്നും മരമണ്ടനാണെന്നും ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോയുടെ മൊഴി. ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറിയേനെ. ബാങ്കിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ എടുക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. തനിക്ക് ആവശ്യമുള്ള പണം കിട്ടിയെന്ന് ഉറപ്പായപ്പോഴാണ് തിരിച്ചുപോയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. തിങ്കളാഴ്ച പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. നേരത്തെ ആസൂത്രണം ചെയ്തതാണ് പ്രതി കവർച്ച നടപ്പിലാക്കിയതെന്ന് പോലീസിന് വ്യക്തമായി. 4 ദിവസം മുൻപ് ATM കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് കാണിച്ച് റിജോ ബാങ്കിലെത്തിയിരുന്നു. ഉച്ചസമയത്ത് ബാങ്കിൽ ആളുകൾ കുറവായിരിക്കുമെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. ചാലക്കുടി മെയിൻ ശാഖയിൽ പോയിരുന്നുവെങ്കിലും അവിടെ മുഴുവൻ സമയവും തിരക്കായതിനാലാണ് പോട്ട ശാഖ കവർച്ചയ്ക്കായി തിരഞ്ഞെടുത്തത്. കവർച്ചയ്ക്ക് ശേഷം മടങ്ങാനുള്ള റൂട്ട് മാപ്പും തയ്യാറാക്കിയിരുന്നു. മാസ്കും മങ്കി ക്യാപ്പും ഹെൽമറ്റും ധരിച്ചതിനാൽ പിടികൂടില്ലെന്ന ഉറപ്പിലായിരുന്നു റിജോ. ഗ്ലൗസ് ധരിച്ചതിനാൽ വിരലടയാളം ലഭിക്കില്ലെന്നും വിശ്വസിച്ചു. കവർച്ച നടത്തി മടങ്ങുന്നതിനിടെ പലതവണ വേഷം മാറി. വണ്ടിയിൽ നിന്ന് ഇളക്കി മാറ്റിയിരുന്ന മിറർ തിരികെ പിടിപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത 10 ലക്ഷം രൂപയ്ക്ക് പുറകെ റിജോ കടം വീട്ടിയ 2.6 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തു. പോട്ട ബാങ്ക് കവർച്ച കേസ് പ്രതി റിൻഡോയെ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം പോട്ട ആശാരിപ്പാറയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതി തെക്കൻ റിജോ എന്ന 49 വയസ്സുള്ള റിൻഡോയെ പോലീസ് ചോദ്യം ചെയ്യലിനു ശേഷം തിങ്കളാഴ്ചയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്.
ബാങ്കിൽ നിന്ന് കവർന്ന പണത്തിൽ നിന്ന് സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയ 2,90,000 രൂപ അന്നനാട് പാമ്പുത്തറയിലുള്ള കാരപ്പള്ളി സോമു എന്ന ബിനീഷിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. റിജോ എന്ന റിൻഡോയുടെ സഹപാഠി കൂടിയായ സോമുവിൽ നിന്ന് വാങ്ങിയ പണം ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണത്തിൽ നിന്ന് ശനിയാഴ്ച അന്നനാട് വേലുപ്പള്ളി ക്ഷേത്രത്തിന് സമീപത്തുള്ള കുടുങ്ങാപ്പുഴ ക്ഷേത്ര റോഡിൽ വെച്ച് കൊടുത്തതായി റിൻഡോ പോലീസിന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകിയെന്ന് പറയുന്ന റോഡിലും പിന്നീട് സോമുവിന്റെ വീട്ടിലും പോയാണ് അന്വേഷണ സംഘം പണം തിരികെ വാങ്ങിയത്. ഗൾഫിലേക്ക് തിരിച്ചുപോകാൻ വിസയ്ക്ക് കൊടുക്കാൻ പണം വേണമെന്ന് പറഞ്ഞാണ് സോമുവിൽ നിന്ന് റിൻഡോ 3 ലക്ഷം രൂപ വാങ്ങിയതെന്ന് പറയുന്നു. സുഹൃത്ത് സോമുവിന്റെ വീട്ടിൽ നിന്ന് പണം വാങ്ങിയ ശേഷം പ്രതി റിൻഡോയെ കൊണ്ട് പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലെത്തിച്ചും വെള്ളിയാഴ്ച ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചും തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി. വൻ പോലീസ് അകമ്പടിയോടെയാണ് പ്രതി റിജോ എന്ന റിൻഡോയുമായി പോലീസ് തെളിവെടുപ്പുകൾ നടത്തിയത്. ബാങ്കിലും സുഹൃത്തിന്റെ വീടായ അന്നനാടിലും പ്രതി റിൻഡോയെ കാണാൻ വൻ ജനത്തിരക്കായിരുന്നു. ബാങ്കിന്റെ മുൻപിൽ വലിയ ജനക്കൂട്ടമായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് പ്രതിയെ ബാങ്കിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും സംഭവത്തിന് ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് പ്രതിയെ വീട്ടിൽ കൊണ്ടുപോയി തിങ്കളാഴ്ച പുലർച്ചെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, എസ്എച്ച്ഒ എം കെ സജീവ് തുടങ്ങിയ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പുകൾ നടത്തി കോടതിയിൽ ഹാജരാക്കിയത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് കേരളത്തിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് ലഭിച്ചു. 941 പഞ്ചായത്തുകളിലെ മികവ് പരിശോധിച്ചപ്പോൾ തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി സംസ്ഥാന തലത്തിൽ മറ്റത്തൂർ 3ാം സ്ഥാനം നേടി. മാലിന്യമുക്തത്തിന്റെ ഭാഗമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ജലസ്രോതസ്സുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും നവീകരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ, സ്ത്രീകളിലെ വിളർച്ച പരിഹരിക്കുന്നതിനും കുട്ടികളിലെയും വയോജനങ്ങളിലെയും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വിദ്യാലയങ്ങളിലും അംഗൻവാടികളിലും നടത്തിയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, കൂടുതൽ ഫയലുകൾ തീർപ്പാക്കാൻ ഉറപ്പുവരുത്തിയ പ്രവൃത്തികൾ, കയ്യേറ്റങ്ങൾ ഒഴിവാക്കി നീർച്ചാലുകൾ വീണ്ടെടുത്ത പ്രവൃത്തികൾ, കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന പ്രവൃത്തികൾ, കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാന തലത്തിൽ സ്വരാജ് ട്രോഫി അവാർഡിന് അർഹമാക്കിയത്. ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾ, MLA ഫണ്ട് തുടങ്ങിയവയെല്ലാം മറ്റത്തൂരിന്റെ വികസന നേട്ടങ്ങൾക്ക് സഹായിച്ചു. കഴിഞ്ഞ തവണ തൃശൂർ ജില്ലയിലെ മികച്ച 2ാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനായിരുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇനി ഞാൻ ഒഴുകട്ടെ നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഭാഗമായി കാപ്പാറ കുംഭകേരി തോട് ശുചീകരിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ KU വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ മണി സജയൻ, തോമസ് തൊഗലത്ത്, ഗ്രാമീണ തൊഴിലുറപ്പ് സേന AE അഞ്ജു, ഹരിതമിഷൻ റിസോഴ്സ് പേഴ്സൺ ശ്രീത, നിറവ് കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി എന്നിവർ സംസാരിച്ചു. കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പേരിൽ നീർച്ചാലുകളുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ നമ്മൾ. കുന്നംകുളം പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷം, ആക്രമണത്തിൽ യുവാവിന്റെ തലയൊട്ടി അടിച്ചു തകർത്തു. കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. KR ബാറിൽ ഇന്നലെ രാത്രിയാണ് സംഘർഷം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മർദ്ദനമേറ്റ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീർ. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടികൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ബാറിൽ വെച്ച് യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെട്ടതോടെയാണ് സംഘർഷമുണ്ടായത്. ഷക്കീറിനെ ബാറിൽ നിന്ന് ആദ്യം ഇറക്കിവിട്ടു. ഇതിന് പിന്നാലെ ബാറിന് പുറത്ത് റോഡിന് സമീപം ക്രൂരമായി യുവാവിനെ മർദ്ദിച്ചു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശരത്ലാൽ, കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ടതിന്റെ 6ാം വാർഷികത്തിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്തു. അനുസ്മരണ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം, ഷർബനോസ് പണിക്കുവീട്ടിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ മഹേഷ് കാർത്തികേയൻ, ഫൈസൽ ഇബ്രാഹിം, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ധനീഷ് K ദാസ്, ടോമിയാസ് ഫ്രാങ്ക്ലിൻ,
ഹുസൈൻ പാറയ്ക്കൽ, പഞ്ചു തോമസ്, ആഷിഖ് ചേറ്റുവ, വിനോദ് നെന്മണിക്കര, ലിയോ രാജൻ, ജീസോ ലോനപ്പൻ, മനീഷ് VM, വിമൽ CV, അനൂപ് മരത്താക്കര എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവശ്യമരുന്നുകളും സർജിക്കൽ ഉൽപ്പന്നങ്ങളും നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ഷെറിൻ ധർമ്മടം എന്നിവരും ഭാരവാഹികളായ രാധിക, ഇന്ദിര, മോഹനൻ, രാധാകൃഷ്ണൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. വളരെ നന്ദിയുണ്ട്. ഇവിടെ ഞങ്ങളൊരു കൂട്ടായ്മയാണ്, ഒരു വലിയ വോളണ്ടിയർ കൂട്ടായ്മയാണ്. അതിന്റെ ഒരു ഭാഗമാക്കി നിങ്ങളും വന്നതിൽ വളരെ പറയും. മാള അഷ്ടമിച്ചിറയിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. മാള അഷ്ടമിച്ചിറ സ്വദേശി 38 വയസ്സുള്ള ശ്രീഷ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ജനുവരി 29-നായിരുന്നു സംഭവം. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീഷ്മ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ വെളുപ്പിന് രക്തത്തിലെ അണുബാധ മൂലം മരിക്കുകയായിരുന്നു. സംഭവ ദിവസം ഭർത്താവ് പഴമ്പിള്ളി വീട്ടിൽ 46 വയസ്സുള്ള വാസനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിപ്പോൾ തൃശൂർ ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. വീട്ടിൽ വച്ച് ശ്രീഷ്മ ജോലിക്ക് പോകുന്ന കാര്യത്തിലും ലോൺ എടുക്കുന്നതുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് പ്രതി വാക്കത്തികൊണ്ട് കൈക്കും കാലിനും വെട്ടുകയുമായിരുന്നു. ശ്രീഷ്മയുടെ കരച്ചിൽ കേട്ട് കുട്ടികളോടി നാട്ടുകാരെ അറിയിച്ചു. നാട്ടുകാർ ശ്രീഷ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവർ മാള പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. മാള പോലീസെത്തി പ്രതിയെ പിടികൂടി. ശ്രീഷ്മ അഷ്ടമിച്ചിറയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പാക്കിംഗ് ജോലിക്കാരിയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ച കേസ് പ്രതി പിടിയിൽ. പോട്ട ബാങ്ക് കവർച്ച കേസ് പ്രതി റിൻഡോയെ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് കേരളത്തിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് ലഭിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇനി ഞാൻ ഒഴുകട്ടെ നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഭാഗമായി കാപ്പാറ കുംഭകേരി തോട് ശുചീകരിച്ചു. മാള അഷ്ടമിച്ചിറയിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.